നമസ്തേ. മഹാഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് നാളെ തുടക്കമാകുന്നത്. ലോക ജനസംഖ്യയുടെ 10% പേരാണ് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം BJPയുടെ ദേശീയ നേതാക്കളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമായ സാന്നിധ്യവുമായുണ്ട്. അതിനിടെ ഭാരത നയതന്ത്ര ചരിത്രത്തിൽ ഇന്ന് വലിയൊരു പുൻതൂവൽ കൂടി ലഭിച്ചിരിക്കുന്നു. ഇറാൻ പിടികൂടിയ ഇസ്രായേൽ കപ്പലിൽ നിന്ന് മലയാളിയായ ആൻ ടെസ ജോസഫ് മോചിപ്പിക്കപ്പെട്ടു. സമ്പൂർണ്ണമായ വാർത്താദിനത്തിലേക്ക് നമുക്ക് ഇനി കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകുന്നു. ഒപ്പം ഏറ്റവും ചെലവേറിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഭാരതത്തിൽ നടക്കാൻ പോകുന്നത്. ലോക ജനസംഖ്യയുടെ 10% പേർ വോട്ട് രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ് 7 ഘട്ടങ്ങളിലായി നടക്കുക. ഭാരതത്തിൽ നാളെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയുമാണ്. 18ാം ലോക്സഭയിലേക്ക് 969 ദശലക്ഷം വോട്ടർമാരാണ് സമ്മതിദാന അവകാശം ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൽ 18 ദശലക്ഷം പേർ 18 കഴിഞ്ഞ കന്നി വോട്ടർമാരാണ്. ലോക ജനസംഖ്യയുടെ 10% പേർ വോട്ട് രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ് 7 ഘട്ടങ്ങളിലായി ഭാരതത്തിൽ നടക്കുന്നത്. അതായത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്കാണ് നാളെ മുതൽ സാക്ഷ്യം വഹിക്കുന്നത്. ഹിമാലയൻ പർവ്വതനിരകളിൽ 15,256 അടി ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് ബൂത്ത് ഒരുക്കുന്നതും ഭാരതം തന്നെ. 1 ദശലക്ഷത്തിലധികം പോളിംഗ് ബൂത്തുകളിൽ ഇലക്ട്രോണിക്സ് യന്ത്രങ്ങൾ ഉപയോഗിച്ചു മാത്രമാണ് തെരഞ്ഞെടുപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകാൻ 15 ദശലക്ഷം ഉദ്യോഗസ്ഥരെയാണ് വിനിയോഗിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ കുതിരപ്പുറത്തും ആനപ്പുറത്തുമൊക്കെ വോട്ടിംഗ് യന്ത്രം എത്തിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ലോകത്തിലെ തന്നെ ചെലവേറിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഭാരതത്തിൽ നടക്കുന്നത്. ഏകദേശം 12 ബില്യൺ പൗണ്ട് ഇതിനായി രാജ്യം ചെലവിടും. ജൂൺ 1 അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ 4 ഫലം പ്രഖ്യാപിക്കും. ജനം, ഡൽഹി. ഭാരതത്തിൻ്റെ നയതന്ത്ര ഇടപെടൽ വീണ്ടും വിജയം. ഇറാൻ പിടികൂടിയ ഇസ്രായേൽ കപ്പൽ MSC ഏറിയസിലെ ഭാരതീയ ജീവനക്കാരിയെ വിട്ടയച്ചു. തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫിനെയാണ് വിട്ടയച്ചത്. ആൻ ടെസ നാട്ടിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. കപ്പലിൽ കഴിയുന്ന 16 ഭാരതീയരെയും തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും വ്യക്തമാക്കി. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ആൻ ടെസ ജോസഫ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ആൻ ടെസയെ സ്വീകരിച്ചു. മകൾ നാട്ടിലെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കേന്ദ്ര സർക്കാരിനെ നന്ദി അറിയിക്കുന്നതായും പിതാവ് ബിജു എബ്രഹാം ജനം ടിവിയോട് പറഞ്ഞു. സന്തോഷവിശേഷം എന്ന് പറഞ്ഞാൽ അവളൊരു 3:30 ആയപ്പോ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഞാനിപ്പോ അവളെ എടുത്തോണ്ട് കോട്ടയത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാ സന്തോഷമുണ്ട്. കാര്യം ഒരുപാട് വേദനിച്ചു, ദുഃഖിച്ചു. ഇപ്പം ദൈവത്തിന്റെ കൃപയാൽ അവളെ എത്തിയപ്പോൾ ഒരുപാട് ദൈവത്തിന് നന്ദി പറയാണ്. അതോടൊപ്പം ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്യാം. കപ്പലിൽ കഴിയുന്ന ബാക്കി 16 പേരുടെയും മോചനം ഉറപ്പാക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ജനം ടിവിയോട് പറഞ്ഞു. ബാക്കിയുള്ള 16 പേരെയും തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സജീവമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. വളരെ ശുഭാപ്തി വിശ്വാസമാണ് അക്കാര്യത്തിൽ എനിക്കുള്ളത്. ഏപ്രിൽ 13 ഹോർമൂസ് കടലിടുക്കിനടുത്ത് ഫുജൈറ പോർട്ട് പരിസരത്ത് ഇസ്രായേലി കപ്പലായ MSC ഏറിയസ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പിടികൂടിയത്. സമുദ്രാതിർത്തി ലംഘിച്ചുവെന്നായിരുന്നു ഇസ്രായേൽ കപ്പലിനെതിരെ ഇറാൻ ആരോപിച്ച കുറ്റം. നാഷണൽ ഡെസ്ക്, ജനം. ഗുജറാത്ത് ഗാന്ധിനഗറിൽ മെഗാ റോഡ് ഷോ നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ അമിത്ഷാ. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായായിരുന്നു റോഡ് ഷോ. നരേന്ദ്രമോദി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകുന്നതോടെ ഭാരതം എല്ലാ മേഖലയിലും ഒന്നാമതാകുമെന്ന് അമിത്ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായിട്ടുള്ള ഗുജറാത്തിൽ 2014-ലും 2019-ലും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയക്കൊടി പാറിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. ഇത്തവണയും അതിൽ മാറ്റമുണ്ടാകില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സംസ്ഥാനത്ത് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ മെഗാ റോഡ് ഷോ. രാവിലെ ഗാന്ധിനഗറിൽ APMC ചൌക്ക് മുതൽ നൽ സരോവർ ചൌക്ക് വരെ നടത്തിയ റോഡ് ഷോ BJPയുടെ ശക്തി പ്രകടനമായി മാറി. തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അമിത്ഷാ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. മണ്ഡലത്തിൽ 3 ഇടങ്ങളിലാണ് അദ്ദേഹം റോഡ് ഷോ നടത്തിയത്. तमाम कार्यक्रम
ഗാന്ധിനഗറിൽ നിന്ന് രണ്ടാം തവണ ജനവിധി തേടുന്ന അമിത്ഷാ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നരേന്ദ്രമോദി ജനങ്ങളുടെ അനുഗ്രഹത്തോടെ വീണ്ടും പ്രധാനമന്ത്രിയാകുന്നതോടെ ഭാരതം എല്ലാ മേഖലയിലും ഒന്നാമതാകുമെന്ന് റോഡ് ഷോയ്ക്ക് മുൻപായി അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ഗുജറാത്തിലെ 26 ലോക്സഭാ മണ്ഡലങ്ങളിലും മെയ് 7-നാണ് വോട്ടെടുപ്പ്. ജനം, ഡൽഹി. BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥി പോലും ഇന്ത്യ സഖ്യത്തിനില്ലെന്ന് തമിഴിസൈ സൗന്ദരരാജൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കിയ പദ്ധതികളിൽ നിന്ന് ഓരോ കുടുംബവും പ്രയോജനം നേടി. ജനങ്ങളുടെ ചിന്താഗതിയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇത്തവണ ദക്ഷിണ ചെന്നൈയിലും താമര വിരിയുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കണമെന്നും മോദി തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയാകണമെന്നും തമിഴിസൈ സൗന്ദരരാജൻ പറഞ്ഞു. ജനങ്ങളുടെ ആഗ്രഹവും അത്തരത്തിലാണെന്നും അവർ വ്യക്തമാക്കി. കോൺഗ്രസും ഇടതുപക്ഷവും ദേശവിരുദ്ധരെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. LDF-നും UDF-നും വിശ്വാസ്യതയില്ല. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു കഴിഞ്ഞു. LDF അറിയപ്പെടുന്നത് സ്വർണ്ണക്കടത്തിൻ്റെ പേരിലും UDF അറിയപ്പെടുന്നത് സോളാർ കേസിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊല്ലം കൊട്ടാരക്കരയിൽ NDA തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. बहनों भाइयों, LDF और UDF दोनों के बारे में मैं कहना चाहता हूं, इनकी पॉलिटिकल क्रेडिबिलिटी अब पूरी तरह से समाप्त हो चुकी है और लॉ एंड ऑर्डर की सिचुएशन तो पूरी तरह से बर्बाद हो चुकी है। यहाँ गुंडे बदमाशों के हौसले बुलंद हैं। ये LDF की आइडेंटिटी आज गोल्ड स्मगलिंग से हो गई है और UDF की आइडेंटिटी सोलर पावर की स्कैम से हो गई है। इन्होंने सिर्फ इकोनॉमिक करप्शन ही नहीं किया है, बल्कि केरल के कल्चर को भी डैमेज करने की कोशिश की है। लूट के इस खेल को बहनों भाइयों यदि कोई बंद कर सकता है तो BJP लेड NDA ही बंद कर सकता है। ബംഗാളിൽ മഹാനവമി ഘോഷയാത്രയ്ക്ക് നേരെ നടന്ന ആക്രമണം തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടി BJP. ആക്രമണകാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് മമതയുടേതെന്നും BJP ആരോപിച്ചു. മുർഷിദാബാദിലും മേദിനിപൂരിലുമാണ് ആക്രമണം ഉണ്ടായത്. മുർഷിദാബാദിലും മേദിനിപൂരിലും രാമനവമി ശോഭായാത്രയ്ക്ക് നേരെ ഇസ്ലാമിസ്റ്റുകളാണ് ആക്രമണം നടത്തിയത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ശോഭായാത്ര മുസ്ലിം പോക്കറ്റുകളിൽ എത്തിയപ്പോൾ കല്ലേറുണ്ടായി. മുർഷിദാബാദിൽ നാടൻ ബോംബ് പൊട്ടി സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. അക്രമികളെ തടയാൻ പോലീസ് എത്തിയില്ല എന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. മമത ഇസ്ലാമിക ഭീകരവാദികൾക്കൊപ്പമെന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചു. बिना TMC के संरक्षण के ये दंगे होना, हिंदुओं पर इस प्रकार के हमले होना संभव नहीं है। ममता बनर्जी दिखावा करती हो, एक और तो सभाओं में कहती हो रामनवमी पर दंगे कराने की योजना है, मुसलमानों को शांति रखनी चाहिए। കഴിഞ്ഞ വർഷം ഹൗറയിലും കോച്ച് ബിഹാറിലും രാമനവമി ആഘോഷങ്ങൾക്ക് നേരെ അക്രമം നടന്നു. എന്നിട്ടും സംസ്ഥാന സർക്കാർ ഇത്തവണ വേണ്ട മുൻകരുതൽ സ്വീകരിച്ചില്ല എന്നതാണ് മമതയ്ക്കെതിരായ പ്രധാന ആക്ഷേപം. ജനം, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 21 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 102 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും നാളെ ബൂത്തിലെത്തും. അരുണാചലിലും സിക്കിമിലും നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. 16 സംസ്ഥാനങ്ങളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. തമിഴ്നാട്ടിൽ ആകെയുള്ള 39-ലും പുതുച്ചേരിയിലെ ഒരു സീറ്റിലും ഒറ്റഘട്ടമായി നാളെ വോട്ടെടുപ്പ് നടക്കും. അരുണാചൽ പ്രദേശ്, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്, സിക്കിം, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ഭൂപേന്ദ്ര യാദവ്, അർജുൻ റാം മെഗ്വാൾ, സർബാനന്ദ് സോനോവാൾ തുടങ്ങിയവർ ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു. 60-അംഗ അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്കും 32-അംഗ സിക്കിം നിയമസഭയിലേക്കും നാളെയാണ് വോട്ടെടുപ്പ്. അരുണാചലിൽ 10 സീറ്റുകളിൽ BJP എതിരില്ലാതെ വിജയിച്ചതിനാൽ മത്സരം നടക്കുന്നത് 50 മണ്ഡലങ്ങളിൽ. ജനം, ഡൽഹി. കോൺഗ്രസ് കാലത്തെ വികസന മുരടിപ്പിന് വിരാമമിട്ട് അസം വികസന കുതിപ്പിന്റെ പാതയിലെന്ന് BJP. ദേശീയ പ്രസിഡന്റ് JP നദ്ദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അസമിൽ ഒരു വികസനവും നടക്കില്ല എന്ന ചിന്ത നരേന്ദ്രമോദി സർക്കാരിന്റെ വരവോടെ മാറി. മോദിയുടെ കാഴ്ചപ്പാടും അമിത്ഷായുടെ പ്രവർത്തനവും കൂടിയായപ്പോൾ അസം വികസന കുതിപ്പിലാണ്.
നരേന്ദ്രമോദി സർക്കാരിൻ്റെ ക്രിയാത്മക പ്രവർത്തനം ആസാമിൽ വലിയ സാമ്പത്തിക ചലനം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നദ്ദ പ്രസംഗം ആരംഭിച്ചത്. അദ്ദേഹം ആസാമിൻ്റെ തലവര മാറ്റി. ഒന്നും നടക്കില്ല എന്ന ചിന്ത ആസാമിൽ ഇന്നില്ല. ബോഡോലാൻഡ് പ്രസ്ഥാനത്തിന് ഇന്ന് പ്രസക്തിയില്ലാതായി. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ ആസാമിൽ വരുമെന്നും നദ്ദ പറഞ്ഞു. आपको जानकर खुशी होगी कि आर्थिक व्यवस्था में भारत दुनिया में 11वें नंबर पर था. 11वें नंबर पर आज मोदी जी के नेतृत्व में भारत 5वें नंबर पर खड़ा है. 5वें नंबर पर खड़ा है. और 2024 जून में आप दोबारा मोदी जी को जिताएंगे और प्रधानमंत्री जी के नेतृत्व में 2027 में भारत तीसरे नंबर की अर्थव्यवस्था बन जाएगा और विकास करेगा. അസമിലെ ദരംഗിൽ സംസാരിക്കുകയായിരുന്നു നദ്ദ. നാഷണൽ ഡെസ്ക് ജനം. മഹാഭാരതം സമഗ്ര തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇനിയും തുടരും. ഇന്ന് നടന്ന വലിയ സംഭവങ്ങളുടെ ഒരു നേർക്കാഴ്ചയായിരുന്നു ഇന്നത്തെ മഹാഭാരതം. നമുക്കറിയാവുന്നതാണ്, JP നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണവുമായി എത്തി. രാജ്നാഥ് സിംഗ് കേരളത്തിലുമെത്തി. അതുപോലെ തന്നെ മറ്റു നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെയാണ്. നാളെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള 102 മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലായിരിക്കും. ആ ചൂടിൻ്റെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ തുടർന്നുള്ള ആ വിശേഷങ്ങളുടെ വാർത്തകളുമായി മഹാഭാരതം വീണ്ടും എത്തും. മഹാഭാരതം അവസാനിക്കുകയാണ്. ഇനി നാളെ കാണാം. നമസ്തേ.